Congress in Pelshado. Youth Congress in Pelshado. Youth Congress Zindabad. Youth Congress Zindabad. Samaram Zindabad. കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ പ്രകടനത്തിലൂടെ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും APCC മെമ്പറും ധർമ്മടം നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ നിയമസഭയിലെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീപ്പെട്ട അബ്ദുൽ റഷീദ് VP, പ്രിയപ്പെട്ട ജയരാജേട്ടൻ, പ്രിയപ്പെട്ട റൈജു ജെയ്സൺ അവറുകൾ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉന്നതരായ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സുബീഷ്, ജീന, മഹിമ മോഹൻ, എബിൻ സാബു, സെലിൻസ് മാനുവൽ, നികേത് നാരാത്ത്, മിഥുൻ മാറോളി, മറ്റ് സ്നേഹം നിറഞ്ഞ ബിപിൻ ജോസഫ് ഉൾപ്പെടെ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ പ്രിൻസ് പി ജോർജ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിബിൻ മാനുവൽ ഉൾപ്പെടെയുള്ള രാഹുൽ പുത്തൻപുരയിൽ ഉൾപ്പെടെയുള്ള കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഷിത്ത് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, INA സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ സമരത്തിൽ കഴിഞ്ഞ 57 ദിവസം ഈ സമരം നയിക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലയിൽ താമസിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഷിയാബ് ഉൾപ്പെടെ അവരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞതായി കണക്കിലെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, പ്രിയം പറഞ്ഞവർ, 58ാം ദിവസത്തേക്ക് നമ്മുടെ ഈ സമരം കടന്നുപോയിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ നിങ്ങളോടൊപ്പം നീതിപൂർവമായി നിങ്ങളോടൊപ്പം നിലകൊള്ളാൻ, നിങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിലകൊള്ളാൻ, നിങ്ങളുടെ നിലപാടിനൊപ്പം നിലകൊള്ളാൻ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ പ്രകടനവുമായി ഇങ്ങോട്ടേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചെന്ന് വരാം. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ സമരം 58 ദിവസം നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില പ്രത്യേക അജണ്ടകളുമായി ചില തൊഴിലാളി സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് നേരത്തെ റഷീദൊക്കെ സൂചിപ്പിച്ചു. അദ്ദേഹം അത് അവരുടെ പേരെടുത്ത് പറയേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പേരെടുത്ത് തന്നെ പറയും. CITUയും BMSും പോലുള്ള തൊഴിലാളി സംഘടനകൾ തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിലാണ് ഈ 58 ദിവസം ഇവർക്ക് ഇവരുടെ കുടുംബത്തെ വിട്ടുകൊണ്ട് ഇവിടെ സമരം ചെയ്യേണ്ടി വന്നത്. ഏറെ ദിവസം പകല് കുത്തിപ്പെയ്യുന്ന മഴയെയും ചുട്ടുപൊള്ളുന്ന വെയിലിനെയും വകവെക്കാതെ ഇവരിവിടെ കലക്ടറേറ്റ് പടിക്കലും ആശുപത്രിയുടെ മുമ്പിലും സമരം ചെയ്തു. പിന്നീട് ഈ സമരം ഒരു തരത്തിലും ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, അല്ല അതിന് തുരങ്കം വെക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആ സമരം കഴിഞ്ഞ ദിവസം മുതൽ രാപ്പകൽ സമരമാക്കി മാറ്റി. ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനാ പ്രതിനിധികൾ എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഞാനും യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായി കടന്നു വന്ന ഷബീർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കേണ്ടി വന്നാൽ ഈ സമരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതിന്റെ ഭാഗമായി ഇന്നലെ ഇവിടെ ചർച്ച നടന്നു. ചർച്ചയിൽ ഏതാണ്ട് ഈ സമരം ഒത്തുതീർപ്പാകുന്നതിനുള്ള ധാരണകളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഞങ്ങൾ ഈ സമരം നിർത്തുന്നില്ല എന്ന് ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരിമാർ ഞങ്ങളോട് പറഞ്ഞു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് നിമിഷവും പറഞ്ഞ വാക്ക് പിൻവലിക്കുമെന്ന് ഉറപ്പുള്ള ചില മാനേജ്മെന്റുകളാണ് ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നലെ കടന്നുപോയി എന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്നിവിടെ അവരതുമായി ബന്ധപ്പെട്ട ഒരു കരാറിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ലേബർ ഓഫീസറെ ഏൽപ്പിച്ചു. ആ ലേബർ ഓഫീസർ ഒരു കരാറുണ്ടാക്കി അവിടെ മാനേജ്മെന്റുകൾ ഒപ്പിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് തീരുന്നത് വരെ ഈ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്.